നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ മുഖ്യമന്ത്രി കാരണം നമ്മുടെ വാർത്താ ചാനലുകൾക്ക്, അതായത് മുഴുവൻ സമയ വാർത്താ ചാനലുകൾക്ക് ഒരു സുവർണ അവസരം ലഭിച്ചിരിക്കുകയാണ്. പൊതുവിൽ വാർത്തകൾക്ക് ബാർക്ക് റേറ്റിംഗ് ഒക്കെ കുറയുന്ന സാഹചര്യമൊക്കെ ഇടയ്ക്കൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവർക്ക് പുതിയ പരിപാടി എങ്ങനെ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളതിനെക്കുറിച്ച് കൂലങ്കഷമായി അവിടുത്തെ എഡിറ്റോറിയൽ പാനലും അതോടൊപ്പം തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റും ഒക്കെ വളരെ കാര്യമായി ചർച്ച ചെയ്യുന്ന സമയങ്ങൾ അങ്ങനെ പലതും ഉണ്ടാകുന്നത് പതിവാണ്. എന്നാൽ ഇപ്പോൾ ഇന്നത്തെ ഇതനുസരിച്ചുകൊണ്ട് ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ പരിപാടി എല്ലാ ചാനലുകളിലും ആരംഭിക്കാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. ഇതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ അവിടുത്തെ ഡോക്ടർ അരുൺകുമാർ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അവതാരകനായിട്ടുള്ള അദ്ദേഹം പുതിയ ഒരു പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. അതായത് ട്രൂത്തോമീറ്റർ എന്നാണ് ആ പരിപാടിയുടെ പേര്. ഈ പരിപാടി മുഖ്യമായും, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം മുഖ്യമായും ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയെ ഉദ്ദേശിച്ച് തന്നെയാണ്. കാരണം നമ്മുടെ പുതിയ മുഖ്യമന്ത്രി VD സതീശൻ കാരണം ഇങ്ങനെ ചില ഉപകാരം നമ്മുടെ വാർത്താ മാധ്യമങ്ങൾക്കുണ്ടാകുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു നല്ല കാര്യം തന്നെയാണ്. എന്താണ് അത് എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് 5 വർഷക്കാലം പ്രതിപക്ഷ നേതൃസ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരുന്ന VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ പലതും ശുദ്ധ നുണയായിരുന്നു എന്നുള്ള കാര്യം മാധ്യമങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ ചില നിരീക്ഷകരിലൂടെയും എതിർ രാഷ്ട്രീയ പ്രവർത്തകരിലൂടെയും എതിർ രാഷ്ട്രീയ നേതാക്കളിലൂടെയും പഴയ മുഖ്യമന്ത്രിയിലൂടെയും ഒക്കെ കേരളത്തിലെ ജനത തിരിച്ചറിയുകയും ചെയ്തതാണ്. പക്ഷേ എന്താണ് എന്നറിയില്ല, കേരളത്തിലെ ജനത ആ കള്ള വിശ്വസിക്കാനാണ് പലപ്പോഴും ശ്രമിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ, പലപ്പോഴും പല ആവർത്തി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സത്യം ചെരിപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വന്നിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു സൈഡ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും റിപ്പോർട്ടർ ചാനൽ നടത്തിയിരിക്കുന്ന ഈ ഒരു ഉദ്യമം വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. തന്നെയുമല്ല, കാലിക പ്രാധാന്യമുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് അവർ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഈ പറയുന്ന ട്രൂത്തോമീറ്റർ എന്ന പരിപാടിയിൽ VD സതീശൻ്റെ പത്രസമ്മേളനങ്ങൾ, അതായത് ഒരു മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങൾ എടുക്കുകയും അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കുകയുമാണ് ചെയ്യുന്നത്. അതായത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, ഇതുവരെ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്കും ഇങ്ങനെ ഒരു ഗതികേട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ കേരളത്തിലെ മറ്റൊരു മുഖ്യമന്ത്രിയും ഇതുപോലെ ഒരു പ്രോഗ്രാമിന് പിന്തുണ നൽകിയിട്ടില്ല അല്ലെങ്കിൽ പ്രചോദനമായിട്ടില്ല എന്ന് പറയുന്നതാവും കുറച്ചുകൂടി ശരിയായിട്ടുള്ള കാര്യം. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ്റെ കാലത്തും ഇതേ റിപ്പോർട്ടർ ചാനൽ ഇവിടെ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല, പക്ഷേ മറ്റ് പല ചാനലുകളും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അവർക്കാർക്കും ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനെക്കുറിച്ചോ ഇങ്ങനെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നതിനെക്കുറിച്ചോ തലയിൽ പോലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ ചാനലുകളെയും പുതിയ പുതിയ പ്രോഗ്രാമുകൾക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു പ്രചോദന ഘടകമായി നമ്മുടെ മുഖ്യമന്ത്രി മാറി എന്നുള്ളത് കേരളക്കാരൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന വസ്തുത തന്നെയാണ്. അപ്പോൾ അതിൽ മുഖ്യമന്ത്രിയുടെ ചില പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസം തന്നെ എടുത്ത് ഒരു 3-4 പ്രസ്താവനകൾ എടുത്തു വെച്ചുകൊണ്ടാണ് ഈ അരുൺകുമാർ എന്ന് പറയുന്ന അവതാരകൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, അതായത് ആദ്യത്തെ വിഷയം അവർ അവതരിപ്പിച്ചിരിക്കുന്നത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പത്രസമ്മേളനത്തിനിടയിൽ VD സതീശൻ നടത്തിയ ഒരു പ്രസ്താവന കൃത്യമായി വിഷ്വലി കാണിച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, അവിടെ എല്ലാ ഹർജികളും സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ വഖഫ് ബോർഡ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്ന, അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ LDF സർക്കാരും ഈ രീതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹർജിയെല്ലാം തള്ളി. എന്തുകൊണ്ടാണ് ഇത് ഈ ഒരു വിവാദ വിഷയത്തിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ, ഈ പുതിയ, അതായത് ഉമ്മീദ് ആക്ട് പ്രകാരം ഞങ്ങൾ ഇവിടെ വഖഫ് ബോർഡിനെ പുനർനിർണയിച്ചോളാം അല്ലെങ്കിൽ പുനഃസംഘടിപ്പിക്കാൻ തയ്യാറാണ് എന്ന നിലയിൽ നിലവിലത്തെ നമ്മുടെ സർക്കാർ, VD സതീശൻ സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വഖഫ് വിഷയം വീണ്ടും ഉയർന്നു വരുന്നത്. അപ്പോൾ ആ വിഷയം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് അതിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് VD സതീശൻ പറയുന്നത്, ഞങ്ങൾ, അതായത് ഇടതുപക്ഷം അന്ന് സുപ്രീം ഇങ്ങനെ ഒരു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ഞങ്ങൾ അമുസ്ലിങ്ങളെ നിർണ്ണയിക്കാൻ 2 അമുസ്ലിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാണെന്നുള്ള നിലയിൽ കൊടുത്തിരുന്നു. അതോടൊപ്പം സുപ്രീം കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന എല്ലാ ഹർജികളും സുപ്രീം കോടതി പരിഗണിക്കാതെ തള്ളിക്കളയുകയും ചെയ്തിരുന്നു എന്നാണ്. പക്ഷേ ഫാക്ട് ചെക്ക് ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിനു മുൻപ് തന്നെ P രാജീവ് എന്ന് പറയുന്ന മുൻ നിയമകാര്യ വകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷിലും മലയാളത്തിലും നുണ പറഞ്ഞു എന്നാണ് P രാജീവ് VD സതീശൻ്റെ ആ ഒരു പ്രസ്താവനയെക്കുറിച്ച് പറഞ്ഞത്. അതായത് ഹർജികളൊന്നും തള്ളിയിട്ടില്ല,
ഹർജികളെല്ലാം പെൻഡിങ്ങിലാണ്. അതിനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ആ കോടതി ഡയറി ഉപയോഗിച്ചു, സുപ്രീം കോടതി ഡയറി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അരുൺകുമാർ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് എന്ന് സാരം. ഇനി രണ്ടാമത് പറഞ്ഞൊരു വിഷയത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ ഉമീദ് ആക്ട് നിയമ ഭേദഗതി വന്നതിന് ശേഷം ഈ കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി വഖഫ് ബോർഡ് നിയമിക്കുന്നത് അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അതും തെറ്റാണ് എന്നുള്ള, അല്ലെങ്കിൽ അതും ഒരു പച്ച നുണ തന്നെയാണ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് എന്നും ഈ പറയുന്ന ട്രൂത്ത് മീറ്റർ എന്ന് പറയുന്ന പരിപാടിയിലൂടെ ശ്രമിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, അതായത് തമിഴ്നാട് സർക്കാരാണ് ഈ പറയുന്ന ഉമീദ് ആക്ട് പ്രകാരം ആദ്യമായി, അതായത് കേരളത്തിന് മുൻപായി ഈ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചത് എന്നുള്ള കാര്യം തെളിവുകളടക്കം അവിടുത്തെ എന്താ പറയുക ഇത് ഉൾപ്പെടെ വിജ്ഞാപനം ഉൾപ്പെടെ എടുത്ത് നിരത്തി വെച്ചുകൊണ്ടാണ് അതും കള്ളമാണ് എന്ന് ബോധിപ്പിക്കുന്നത്. മറ്റ് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് പല സത്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകളൊക്കെ നമുക്കറിയാമല്ലോ. ഇവിടുത്തെ കേരളത്തിൽ ഉണ്ടായിരുന്ന പിന്നെ കേരളത്തിൽ 4 രൂപ 29 പൈസയ്ക്ക് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന വൈദ്യുതി കരാർ, ദീർഘകാല കരാർ എങ്ങനെയാണ് ബ്രേക്ക് ആവുന്നതും എങ്ങനെയാണ് അത് കരാർ നഷ്ടമാകുന്നതും എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് ആ കരാർ പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ഈ റെഗുലേറ്ററി കമ്മിറ്റി, അതായത് വൈദ്യുതി റെഗുലേറ്ററി കമ്മിറ്റി കമ്മീഷൻ എന്തുകൊണ്ടാണ് ഇത് ഒഴിവാക്കിയത് എന്ന അടക്കമുള്ള വിഷയങ്ങൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. അതൊക്കെ തള്ളിക്കളയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അടുത്തതായി മറ്റൊരു കാര്യം പറഞ്ഞത്, ഇത് അവരുടെ പൊളിറ്റിക്സ് ആണ്. ഈ ഏറ്റവും അധികം വിവാദമുണ്ടായ ഒരു വിഷയം, അതായത് പിന്നെ നമ്മുടെ KSUവും മുഖ്യമന്ത്രിയും തമ്മിൽ ശീതസമരത്തിലേക്ക് പോയൊരു വലിയ വിഷയമുണ്ട്. എന്താണ് ആ വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. ലോ കോളേജിൽ നിന്നുള്ള യൂണിറ്റ് കമ്മിറ്റി പറഞ്ഞിട്ടല്ല ഞങ്ങൾക്ക് ഇവിടെ ഗവൺമെൻറ് പ്ലീഡർ നിയമനം നടത്താൻ കഴിയുക എന്ന തരത്തിൽ അന്ന് മുഖ്യമന്ത്രി നോ 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 എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അവർക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാത്ത തരത്തിൽ, എന്നാൽ പിന്നീട് അദ്ദേഹം മാറ്റി പറയുന്നത് ഞാൻ ഒറ്റ വാചകം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള തരത്തിൽ അദ്ദേഹം മാറ്റി പറയുകയും ചെയ്തു കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ. എന്നാൽ അത് കഴിഞ്ഞ് പറയുമ്പോൾ പിന്നീട് തേവര SH കോളേജിൽ വെച്ച് ഇവർ രണ്ടുപേരും കൂടി പങ്കെടുത്ത ഒരു പൊതുപരിപാടി അവിടെ സംഭവിച്ചിരുന്നു. അതായത് അലോഷ്യസ് സേവ്യർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനും മുഖ്യമന്ത്രിയായ VD സതീശനും പങ്കെടുത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. പലരും പറഞ്ഞു അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രി എന്ന് എല്ലാവരും വാർത്താ ടൈറ്റിലുകൾ നിരത്തുകയും ചെയ്തു. അവിടെ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നു അലോഷ്യസ് സേവ്യർ ചിരിച്ചുകൊണ്ട് അദ്ദേഹം നെഞ്ചിലൊരു നമസ്കാരം, ഒരു അഭിവാദനം ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് കയറുമ്പോൾ അതിനെയൊന്നും കാണാതെ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അവിടെ നിന്ന് നടന്നകലുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദ്യമുയർന്നപ്പോൾ VD സതീശൻ പത്രസമ്മേളനത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞത് ഞാൻ അലോഷ്യസിനെ കണ്ടില്ല എന്നാണ്. ഞാൻ കണ്ടില്ല എന്ന് പറയുന്നു. പക്ഷേ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടാകില്ലായിരിക്കും. അലോഷ്യസ് സേവ്യർ എന്ന് പറയുന്ന കൂടുതൽ ഫെയിമായി നിൽക്കുന്ന ഒരു ആള്, KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ, കണ്ടില്ല എന്ന് പറയുന്നത് തെറ്റായ ഒന്നാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ. പിന്നീട് ഇതേ ഇരുവരും 1 മണിക്കൂറോളം ആ SH കോളേജിൽ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതായത് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയുടെ 1ാം നിരയിൽ നമ്മുടെ അലോഷ്യസ് സേവ്യർ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചാണ് ട്രൂത്ത് മീറ്റർ പറയുന്നത് VD സതീശൻ പറഞ്ഞത് പച്ച നുണയാണെന്ന്. എന്ത് തന്നെയാണെങ്കിലും ഒരു മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ, ഒരു സംസ്ഥാനത്തിൻ്റെ പ്രധാന തലവനായി കഴിയുമ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ സമൂലമായ വികസനവും സമൂലമായ പരിവർത്തനവും എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ്റെ ഭാഗമായിരിക്കും. അവിടെ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ആയിരുന്നാലും മാധ്യമ സ്ഥാപനങ്ങളുടേതായിരുന്നാലും കച്ചവട സ്ഥാപനങ്ങളുടേതായിരുന്നാലും ഇവിടെ മുതൽ മുടക്കിയിരിക്കുന്ന മറ്റ് ഇതര സംസ്ഥാനത്തു നിന്നുള്ള വലിയ കോർപ്പറേറ്റ് മാഫിയകളാണെങ്കിൽ തന്നെയും അതിൻ്റെ വികസനമാണ് അത് ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മുൻപന്തിയിൽ നിൽക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം. ആ ഘടകം മുഖ്യമന്ത്രി VD സതീശൻ കൃത്യമായി ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു ചാനലിന് പുതിയ മാനങ്ങൾ കണ്ടെത്തുന്നതിനും പുതിയൊരു പരിപാടി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുമുള്ള പ്രചോദനം ഉണ്ടാക്കി കൊടുക്കാനും അങ്ങനെ ആ പരിപാടിയിലെ പ്രധാനപ്പെട്ട ആളായി മാറാനും VD സതീശന് കഴിഞ്ഞു എന്നുള്ളതിൽ നമുക്ക് ഒരു കേരളക്കാർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.